ഈ ഷിംജിത കാരണം ഇവൾ സമൂഹത്തിന് വെച്ച വലിയൊരു തുരങ്കം എന്താണെന്നറിയാമോ? അതായത് ഇനി ഒരു സ്ത്രീകളും പ്രതികരിക്കില്ല ബസ്സിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ. ബസ്സിൽ 100% ഇതുപോലുള്ള 100 സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി പ്രതികരിക്കണം എന്ന് ആ 100-ൽ ഒരു സ്ത്രീക്ക് തോന്നിയാൽ പോലും അവിടെ പോലും മൊബൈൽ ഫോൺ പുറത്തെടുക്കില്ല, പ്രതികരിക്കില്ല എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ സമൂഹം എന്ത് വിചാരിക്കും എന്നുള്ളൊരു തോന്നൽ ആ സ്ത്രീക്കുണ്ടാവുക, സഹിച്ച ആ സ്ത്രീ നിൽക്കും. അതിൻ്റെ കാരണം ഈ ഷിംജിതയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സമൂഹത്തിനെ എങ്ങനെയൊക്കെ തുരങ്കം വയ്ക്കാം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട കാര്യം. ഈ ഷിംജിതയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെയുള്ള സ്യൂഡോ ഫെമിനിസ്റ്റുകൾ നിൽക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഷിംജിത എന്ന് പറയുന്ന ഒരു സ്ത്രീ പറയുന്നത് എനിക്ക് സെക്ഷൽ അസോൾട്ട് അയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായി, അതായത് അയാളുടെ ഭാഗത്തുനിന്ന് ലൈംഗിക ചുവയോടുള്ള പല കാര്യങ്ങളും ഉണ്ടായെന്ന് പറയുന്നു. എന്നാൽ ദീപക്കിൻ്റെ ഭാഗം കേൾക്കാൻ ദീപക്ക് ഇന്ന് ജീവനോടെ ഇല്ല. തൻ്റെ ജീവിതം കൊണ്ടാണ് ദീപക്ക് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ തുനിഞ്ഞത് എന്നുള്ളതാണ് അയാൾക്കുള്ള ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അയാൾ നിരപരാധിയാണെന്നുള്ളത്. കാരണം ഒരു സെക്ഷൽ പെർവർട്ടാണെങ്കിൽ ഇതൊക്കെ വെറും ചീള് കേസെന്ന് പറഞ്ഞ് സവാദിനെ പോലെ അടുത്ത ബസ്സിൽ കയറി സിബ് തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ. പക്ഷേ അതല്ല ദീപക്ക് ചെയ്തത്. ദീപക്കിനെ കുറിച്ച് ആർക്കും മോശം അഭിപ്രായമില്ല. ദീപക്കിൻ്റെ സുഹൃത്തുക്കൾക്കില്ല, ജോലി ചെയ്ത സ്ഥലത്തില്ല, അവിടെയുള്ള സ്ത്രീകൾക്കില്ല. ദീപക്കിൻ്റെ അമ്മ പൊട്ടിക്കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ച് പടഞ്ഞു പോകും. എന്തിനാ മോനെ നീ ഇങ്ങനെ ചെയ്തത്, എനിക്ക് നീ മാത്രമല്ലേ ഉള്ളൂ എന്നാണ് ദീപക്കിൻ്റെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കാണുമ്പോൾ നമുക്ക് പോലും വിഷമമാവും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊരു യുവാവ് അയാളുടെ ജീവിതം കൊണ്ടാണ് അയാളുടെ നിരപരാധിത്വം തെളിയിക്കുന്നത്.